മാർച്ച് 28 കാപ്പിസ്ട്രോനയിലെ വിശുദ്ധ ജോൺ. ഇറ്റലിയിലെ നേപ്പിൾസ് രാജ്യത്തിലെ കാപ്പിസ്ട്രാനോ നഗരത്തിൽ 1386 ജനിച്ച ജോൺ പെറുഗിയയിലെ നിയമ സ്കൂളിൽ ചേർന്നു. അവിടെ അദ്ദേഹം ഒരു പ്രശസ്ത നിയമജ്ഞനായി. 1412 26-ാം വയസ്സിൽ ആ നഗരത്തിൻ്റെ ഗവർണറായി നിയമിതനായി. ലോകത്തിൽ നിരാശനായ ശേഷം അദ്ദേഹം മോണ്ടെയിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായ ബെർഗാമോയിലെ വാഴ്ത്തപ്പെട്ട മാർക്ക് ഓർഡറിൽ സ്വീകരിക്കപ്പെടുന്നതിന് മുൻപ് തൻ്റെ അവസാനത്തെ തൊഴിലിൻ്റെ ശക്തമായ പരീക്ഷണങ്ങൾ നടത്തി. ഉദാഹരണത്തിന്, ഒരിക്കൽ പെറുഗിയയിലെ തെരുവുകളിലൂടെ ഒരു കഴുതയുടെ പുറത്ത് തല മൃഗത്തിൻ്റെ വാലിലേക്ക് തിരിച്ച് തൻ്റെ ഏറ്റവും മോശമായ പാപങ്ങൾ എഴുതിയ ഒരു കാർഡ്ബോർഡ് മീറ്റർ തലയിൽ ധരിച്ച് സവാരി ചെയ്യാൻ ജോണിനോട് ആവശ്യപ്പെട്ടു. മാച്ചസിലെ വിശുദ്ധ ജെയിംസിൻ്റെയും സിയാനായിലെ വിശുദ്ധ ബെർണാഡിൻ്റെയും പിന്തുണയോടെ അദ്ദേഹം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുകയും തൻ്റെ അപ്പസ്തോലേറ്റിൽ വലിയ വിജയം നേടുകയും ചെയ്തു. 4 പോപ്പുകളുടെ സൗഹൃദം പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചു. തൻ്റെ ഓർഡറിനെ പരിഷ്കരിച്ചു. കുരിശുയുദ്ധത്തിന് നേതൃത്വം നൽകി. ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, പോളണ്ട് എന്നിവിടങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അസാധാരണ കഴിവ് അദ്ദേഹത്തിന് ലഭിച്ചു. എണ്ണമറ്റ വിജാതീയരെയും മതഭ്രാന്തരായ പാഷണ്ഡികളെയും പിടിവാശിക്കാരായ ജൂതന്മാരെയും അദ്ദേഹം മതപരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. വഴക്കുകൾ അനുരഞ്ജിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക കൃപയുണ്ടായിരുന്നു. ഹുസൈറ്റുകൾക്കെതിരെ ഇൻക്വിസിറ്റർ എന്ന നാമകരണം ചെയ്യപ്പെട്ട അദ്ദേഹം ഈ പാഷണ്ഡതയ്ക്കെതിരെ ശക്തമായി പോരാടി. അന്നത്തെ ബിഷപ്പായിരുന്ന ഭാവി പിയൂസ് രണ്ടാമൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ചെറിയവൻ, വൃദ്ധൻ, വരണ്ടവൻ, മെലിഞ്ഞവൻ, ക്ഷീണിതൻ, തൊലിയും അസ്ഥിയും മാത്രമുള്ളവൻ എന്നാണ്. എപ്പോഴും സന്തോഷവാനും ക്ഷീണിതനുമായ അദ്ദേഹം 20,000-മോ 30,000-മോ ആളുകളുടെ സദസ്സിനോട് പലപ്പോഴും പ്രസംഗിച്ചു. ലളിതരുടെയും പണ്ഡിതരുടെയും തൃപ്തികരമായി ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ അദ്ദേഹം പരിഹരിക്കാറുണ്ടായിരുന്നു. ഇസ്ലാമിക കൈകളാൽ കോൺസ്റ്റന്റിനോപ്പിൾ പരാജയപ്പെട്ടതിന് ശേഷം മുസ്ലിം തുർക്കികൾക്കെതിരെ കുരിശുയുദ്ധം പ്രസംഗിച്ചു. യൂറോപ്പിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വിജയകരമായ മാർച്ച് നടത്തി. ക്രൈസ്തവ ലോകത്തെ ഭീഷണിപ്പെടുത്തുന്ന ആക്രമണകാരികളെ ചെറുക്കാൻ ഒരു സൈന്യത്തെ സൃഷ്ടിക്കാൻ കത്തോലിക്കരെ ഉദ്ബോധിപ്പിച്ചു. 70 വയസ്സിൽ തുർക്കികൾക്കെതിരായ യുദ്ധത്തിൻ്റെ പ്രതിനിധിയും ഉപദേഷ്ടാവുമായി കാലിസ്റ്റസ് രണ്ടാമൻ പോപ്പ് അദ്ദേഹത്തെ നിയോഗിച്ചു. മുഹമ്മദ് രണ്ടാമൻ വളഞ്ഞിരുന്ന 40,000 കത്തോലിക്ക സൈനികരെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം ബെൽഗ്രേഡിലേക്ക് യാത്ര ചെയ്തു. ഒരു സമർത്ഥമായ വ്യാജേന അദ്ദേഹം തുർക്കി കാവൽക്കാരനെ മറികടന്ന് നഗരത്തിൽ പ്രവേശിച്ച് പോരാട്ടത്തിൽ സ്ഥിരതയും വിജയത്തിലുള്ള ആത്മവിശ്വാസവും പ്രസംഗിക്കാൻ തുടങ്ങി. നഗരത്തിൻ്റെ വിജയകരമായ ഫലത്തിനായി മുഴുവൻ ക്രൈസ്തവ ലോകവും പ്രാർത്ഥിക്കുകയായിരുന്നു. വിശുദ്ധൻ്റെ സ്വാധീനത്തിൽ പട്ടാളക്കാർ യുദ്ധം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ജോൺ കാപ്പിസ്ട്രാനോ അവരുടെ കൂടുതൽ ബുദ്ധിമുട്ടുകളുള്ള കുതന്ത്രങ്ങളിൽ സൈനികരെ അനുഗമിച്ചു. അപ്രതീക്ഷിത ആക്രമണങ്ങളും തിരിച്ചുവരവുകളും അദ്ദേഹം ഏറ്റവും വലിയ അപകട സാധ്യതകൾ ഏറ്റെടുത്തെങ്കിലും ഒരു വെടിയുണ്ട പോലും അദ്ദേഹത്തിന് ഏറ്റില്ല. എല്ലാറ്റിനുമുപരി ബെൽഗ്രേഡ് രക്ഷിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കാരണത്താലാണ്. ഈ വിജയം തുർക്കി അധിനിവേശത്തെ സ്തംഭിപ്പിച്ചു. അത് യൂറോപ്പിനെ മുഴുവൻ രക്ഷിച്ചു. പിന്നീട് യുദ്ധത്തിൽ തളർന്നുപോയ അദ്ദേഹത്തെ ബ്യൂബോണിക് പ്ലാഗ് ബാധിച്ച് കളത്തിൽ കൊണ്ടുപോയി. ഏതാനും മാസങ്ങൾക്ക് ശേഷം 1456 ഓസ്ട്രിയയിലെ വിലാച്ചിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ വെച്ച് അദ്ദേഹം മരിച്ചു.